അപ്പോൾ നമുക്കിന്ന് ഒരു സിമ്പിൾ മീൻകറി ഉണ്ടാക്കാം. അതിന് വേണ്ടി കഷ്ണം മീനാട്ടോ ഒന്ന് വെക്കുന്നത്. എൻ്റെ മീൻചട്ടി കണ്ടോ, നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മീൻചട്ടിയാണ്. അപ്പം നമ്മളിന്ന് വലിയ ആഡംബരമായിട്ടൊന്നുമല്ല മീൻകറി വെക്കുന്നത്. സിമ്പിളായിട്ട് അധികം പറ്റിക്കുന്നില്ല, ലേശം ചാറ് ആക്കി വെക്കാൻ പോവുകയാണ്. അതിപ്പോൾ എങ്ങനെ വെക്കാന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ വെട്ടത്തിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ എനിക്ക് ചെറിയ ശ്വാസം മുട്ടലും വർത്തമാനം പറയുമ്പോൾ ലേശം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ടേ, നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. നമ്മളെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ലേശം കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കണേ. കടുകൊന്ന് നല്ല പൊട്ടി വരട്ടെ. കടുകൊക്കെ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ഇടുന്നില്ല, ഇഞ്ചി വെളുത്തുള്ളി മാത്രമേ ഇടുന്നുള്ളൂ. ഉള്ളി ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ സിമ്പിളായിട്ടുള്ള ഒരു മീൻകറിയാണെന്ന്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി മാത്രം നമ്മൾ ആദ്യം ചേർക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മലയോര മേഖലയിലൊക്കെ കല്യാണ വീട്ടിൽ ഇങ്ങനത്തെ മീൻകറി ആട്ടോ. ഇത്രയേ ഉള്ളൂ റെസിപ്പീസ്. ഭയങ്കര സിമ്പിളായിട്ടാണ്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. ഇപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്താം. അപ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി നമ്മളെ ആവശ്യത്തിന് എടുക്കുക. എരിവിനനുസരിച്ചുള്ള മുളക് പൊടി എടുക്കുക. ഇത് കാശ്മീരിയും മറ്റേ എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ആക്കിയതാണ്. ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. നമുക്ക് ഇവിടെ ഇപ്പോൾ എരിവ് കുറച്ച് ഉപയോഗിക്കലുള്ളൂ. അതൊന്ന് കരിഞ്ഞു പോവാണ്ട് തീ വളരെ കുറച്ച് വെച്ച് ഒന്ന് അതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ കൊടംപുളി ഇവിടെ കഴുകി നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഇതിന് കൊടംപുളി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് ഒഴിച്ചു കൊടുക്കട്ടെ. നല്ല ആവി വരുന്നുണ്ട്. കൊടംപുളി ഇട്ട വെച്ച് മാത്രമേ നല്ല ഇത്രയും ടേസ്റ്റ് വരുള്ളൂ. വാളംപുളി ഇടുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ പുളിവെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമ്മുടെ മീനനുസരിച്ചും പിന്നെ നമുക്ക് എത്ര ചാറ് വേണ്ടതനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത്രയും ഒഴിക്കുന്നുണ്ട്. അത് നല്ല തിളച്ച് വരുമ്പോൾ കുറച്ച് പറ്റിക്കോളും. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് ലേശം ഉണങ്ങിപ്പോയതായിരുന്നു, എന്നാലും കളയണ്ട ഓർത്തിട്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കാം. ഉപ്പ് ഞാൻ കുറച്ചേ ഇടുകയുള്ളൂ കേട്ടോ. ആദ്യമേ പാകത്തിനൊന്നും ഇടുന്നില്ല.
ഇനി മീൻ ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇടും. ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ള മീൻ. ഈ മീനിൻ്റെ പേര് ഓലമീൻ എന്നാണ്. ഇങ്ങനത്തെ കറി വെക്കുമ്പോൾ ഈ മീനാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഈ മീൻ തന്നെ മേടിക്കണം പരമാവധി. ഇതാണ് നമ്മളെ ഓലമീൻ. ഓലമീൻ എന്ന് ഞങ്ങൾ പറയുന്നതാണ്. ഈ വേറെ സ്ഥലത്ത് എന്താ പേരെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പം നമ്മൾ ഇവിടെ പുളിയും മുളകൊക്കെ ഇട്ട് വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. തിളയ്ക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് വായിലിങ്ങനെ വെള്ളം വരുന്നുണ്ടാവൂലേ. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ഓലമീനാണ്. അതിനനുസരിച്ചുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്തോളുക. പിന്നെ ഈ മീൻ ഏറ്റവും ടേസ്റ്റ് പറ്റിച്ച് വെക്കുമ്പോഴാണ് കേട്ടോ. കല്യാണ വീട്ടിലൊക്കെ ഇത് മാക്സിമം പറ്റിച്ചാണല്ലോ നമുക്ക് തരുന്നത്. അത് നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇത് പറ്റിച്ച് വെച്ചാൽ നല്ല രസമാണ്. അത്യാവശ്യം നല്ല പുളിയും എരിവും വേണം. അപ്പോൾ നമ്മൾ കഷ്ണമീനൊക്കെ ഒന്ന് ഇവിടെ ആ ചാറിലോട്ട് മുങ്ങി കിടക്കുന്ന രീതിക്ക് ഒന്ന് ഇളക്കി കുത്തി കൊടുക്കാവേ. അതിന് ശേഷം അത് നല്ലപോലെ അവിടെ ഇരുന്ന് തിളയ്ക്കണം. ഒന്നും ചെയ്യരുതേ. കണ്ടില്ലേ, നല്ലപോലെ ഇങ്ങനെ മുക്കി കൊടുക്കാം. മസാലയും പുളിയൊക്കെ അതിൽ പിടിക്കുന്ന രീതിക്ക്. അതിൻ്റെ കളറ് കാണുമ്പോൾ നല്ലൊരു കളറല്ലേ ഇത്. എനിക്ക് ഇപ്പം തന്നെ ചോറ് തിന്നാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരട്ടെ. നമ്മൾ ഓലമീൻ ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടേ. മീനൊക്കെ അത്യാവശ്യം നല്ലപോലെ പുളി ഉപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇത്രേ പറ്റിക്കുന്നുള്ളൂ. കുറച്ച് ചാറ് വേണം. എന്നുവെച്ചാൽ കപ്പയ്ക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഒരു കഷ്ണം എടുത്ത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ മീൻകറിയിലെ കഷ്ണം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഒരു സംശയം വേണ്ട, അടിപൊളിയായിരിക്കും. ഇങ്ങനെ മീൻകറി ആരെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളാണ്. നമ്മളെ വീട്ടിൽ ഉള്ളി തക്കാളി ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനത്തെ കറി വെക്കാമല്ലോ. അത് പ്രത്യേകിച്ച് പിറ്റേന്ന് രാവിലെ കഴിക്കാനാണ് ഏറ്റവും രുചി. നല്ല പുളിയും ഉപ്പൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു പീസ് ചെറുതായിട്ട് എടുത്ത് കഴിച്ചു നോക്കട്ടെ. ഉപ്പ് ഓക്കെ കറക്റ്റാണ്. പുളി കുറച്ചും കൂടി കഷ്ണത്തിൽ പിടിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോഴായിരിക്കും ഏറ്റവും രുചി ഉണ്ടാവുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന കറിയാണ്. പരമാവധി പിറ്റേ ദിവസം തന്നെ എടുത്ത് കഴിക്കാൻ നോക്കുക. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ കുറച്ചെടുത്ത് കഴിക്കും കേട്ടോ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് അതിൻ്റെ കളറും തിളയൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.